വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സുകാർക്ക് നാളെ ബയോളജിയുടെ എക്സാം ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമുക്ക് എന്താണ് നാളത്തെ എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് കുറച്ച് ക്വിക്ക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ്റെ ലാസ്റ്റ് മിനിറ്റ് ബൂസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. സോ നമ്മുടെ ക്ലാസ് 9 ബയോളജിയിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈം എക്സാംസ് ഒക്കെ എഴുതിയതാണ്. നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഒക്കെ നന്നായിട്ട് അറിയായിരിക്കും. എന്നാലും നാളത്തെ എക്സാമിന് പോണേക്കാൾ മുമ്പ് നമുക്ക് ആ എക്സാം പാറ്റേൺ ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. അപ്പോൾ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതുന്ന സ്കോർ വരുന്നത് 40 ആണ്, ഔട്ട് ഓഫ് 40 ആണ്. ആൻഡ് ദ ടൈം വിൽ ബി 1.5 hour. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് കോൾ ഓഫ് ടൈം ആണ്. ഈ കോൾ ഓഫ് ടൈമിൽ ആരും ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4 സെക്ഷനായിട്ടാണ് വരണേ. സോ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ആൻഡ് 1 score ഈച്ച്. അതായത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഓരോന്നിനും ഒരു സ്കോർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസിൽ മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്, MCQ വരുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ മൊത്തത്തിൽ നമുക്ക് 5 to 11 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് നമുക്ക് മൊത്തത്തിൽ ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ആൻഡ് ഈ 5 ആണെങ്കിൽ 11 വരെയിൽ 2 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോയ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5th ക്വസ്റ്റ്യൻ ആണ് ചോയ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് 5th ക്വസ്റ്റ്യനിൽ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് അറിയാവുന്നത് അത് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ ഓരോ ക്വസ്റ്റ്യനും വരുന്നത് എത്ര മാർക്ക് വീതമാണ്? 2 മാർക്ക് വീതമാണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഫ്രം 12 to 17 അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. അവിടെ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാകുക. ആൻഡ് നമുക്ക് 2 ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15th ക്വസ്റ്റ്യൻ ആണ് ചോയ്സ് എന്നുണ്ടെങ്കിൽ 15 എയും ഉണ്ടാവും 15 ബിയും ഉണ്ടാവും. അപ്പോൾ അതിൽ എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ് വരുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്, അത് നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ്. സോ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. അതിൽ ഒന്നില്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്താണ് 4 സെക്ഷൻസ് ആണ്. ആൻഡ് ദ ടോട്ടൽ സ്കോർ ഈസ് 40 ആൻഡ് ദ ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് മൊത്തത്തിൽ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ആൻഡ് ചാപ്റ്റർ 5. ഓക്കെ, അപ്പോൾ അതിൽ ചാപ്റ്റർ 3 വരുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ചാപ്റ്റർ 4 ബിഹൈൻഡ് മൂവ്മെന്റ്സ് ആൻഡ് ചാപ്റ്റർ 5 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതിൽ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രയോ വരെ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഒരു ചാപ്റ്റർ 3, 4 ആൻഡ് 5 ആണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പാറ്റേണും മനസ്സിലായി, നമ്മൾ പഠിക്കേണ്ട സിലബസും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നാളത്തെ എക്സാമിന് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ.
നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോയത് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നല്ല റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.